ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു പാൻ കേക്ക് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ വേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു സ്നാക്ക് ഐറ്റമായിട്ടും ഇത് കഴിക്കാം, അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ആയിട്ടും നമുക്കിത് കഴിക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാനൊരു 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്ന എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മാരിനേഷനാണ് ഫസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതും കൂടി ചേർത്ത് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 to 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഞങ്ങൾ ചിക്കൻ പീസസിലൊക്കെ എല്ലാ മസാലയും എത്തുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ബാറ്റർ വേണം പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഒരു 2 സ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മൈദ, അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/2 ഗ്ലാസ് പാലൊഴിക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒന്ന് മിക്സായി ഒന്ന് ലിക്വിഡ് ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കട്ടുകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒരു വശം ഒന്ന് കുക്ക്ഡായി വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ചൂടായി നമുക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിന്നിവിടെ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ കൂടി പോവാതെ ശ്രദ്ധിക്കുക. മൈദയൊന്ന് ഇളക്കി കൊടുത്ത് കട്ടയില്ലാണ്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. കട്ടയില്ലാതെ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, കട്ട പിടിക്കും എളുപ്പം. തീ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കാം. ചിക്കൻ അടുത്ത വശവും ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സോസ് ഇപ്പോൾ ഉണ്ടാക്കിയതിലോട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചൂടോടുകൂടി ചിക്കൻ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ആ സോസിലേക്ക് ഒഴിക്കാം. ചിക്കൻ ഈ ഒരു സോസിൽ കിടന്നൊരു 10 to 15 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് കുക്ക്ഡ് ആവട്ടെ. ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. നമ്മൾ 10 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കി, ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യാം. അത് കഴിഞ്ഞ് ഓരോ സ്പൂണായിട്ട് കോരി ഒഴിച്ച് നമ്മൾ നൈസായിട്ടുള്ള പത്തിരി ദോശയൊക്കെ ചുടുന്ന ആ ഒരു പരുവത്തിന് ഒഴിക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മറിച്ചിടാം. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ അത് മൂത്ത് പോവും, ഡ്രൈ ആവും. നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ കുറച്ച് മാത്രം കുക്ക്ഡാക്കി എടുക്കുക, ഒരുപാട് മുരിച്ചെടുക്കാതെ നോക്കുക. ഇനിയാണ് ഇതിൻ്റെ ഫില്ലിംഗ് പ്രോസസ്സ്. ഓരോ ദോശ ചുട്ടെടുത്തത് നമ്മളിത് ഇതേപോലെ ഹാഫാക്കി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മിക്സ് ഒരു സ്പൂൺ എടുക്കുക. ഒരുപാട് മിഡിലേക്കല്ല, അതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വെച്ചിട്ട് ഇതിനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരു കോൺ ഷേപ്പിൽ നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ കോൺ ഷേപ്പിലാക്കി നമുക്ക് ഓരോ പാൻ കേക്കും എടുത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് റെഡിയാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇതേ ഈ പാൻ കേക്ക് ഇങ്ങനെ മടക്കി ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് ഈ കോൺ ഷേപ്പിലാക്കി എല്ലാം എടുത്ത് റെഡിയാക്കി നമുക്ക് വയ്ക്കാം. എല്ലാ പാൻ കേക്ക്സും നമ്മൾ കോൺ ഷേപ്പിൽ റെഡിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഒരു വലിയൊരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ തേക്കാം. ഞാനിന്നത് ഇവിടെ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാനിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഓരോ ഫില്ലിങ്സും നമ്മൾക്ക് ഇതേപോലെ ഒരു വശം മാത്രം മതി. നമ്മൾ തിരിച്ചിടുന്ന ഒന്നുമില്ല, ബിക്കോസ് ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്. ഇതിൽ റോ ആയിട്ടൊന്നുമില്ല, എല്ലാം കുക്ക്ഡാണ്. നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് എല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം, നോർമൽ ചില്ലി പൗഡർ വേണമെങ്കിലും ഇടാം. ഞങ്ങൾക്ക് അധികം സ്പൈസ് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ കാശ്മീരി ചില്ലി ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒറിഗാനോയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
എല്ലാ സ്ഥലത്തും എല്ലാ പീസസിലും എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മൊസറല്ല ചീസ് കൂടി ഓരോ പീസിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെക്കാം. നമ്മുടെ എല്ലാ ടോപ്പിങ്സും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കൊരു ലിഡ് എടുത്ത് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വേണ്ട, ഒരു 5 to 7 മിനിറ്റ്സ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. കാരണം എല്ലാം കുക്ക്ഡാണ്. നമുക്ക് ആ മൊസറല്ല ചീസ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി ചിക്കൻ പാൻ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ഐറ്റമാണ്. കാണുമ്പോൾ തന്നെ ആ ചീസൊക്കെ മെൽറ്റായി വരുമ്പോൾ തന്നെ നമുക്കറിയാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. സെർവിങ് ഡിഷിലോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങളിൽ ഒന്നാണ് ഈ മൊസറല്ല ചീസും ചിക്കനും ഒക്കെയുള്ള മിക്സിങ്. അപ്പോൾ ആൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നുണ്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഡിന്നർ ഐറ്റം, സ്നാക്ക് ഐറ്റം ആയിട്ടും വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.